ജനാധിപത്യത്തിൻ്റെ അസ്കിത വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം നമ്മുടെ ശത്രുക്കളെ പോലും നമ്മുടെ രാജ്യത്തേക്ക് ആനയിച്ചിരുത്തി പാലും മുട്ടയും കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും വന്ന് കിടക്കുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളും ബംഗ്ലാദേശിൽ നിന്നുള്ള കള്ളനും പിടിച്ചുപറിക്കാരനും ഒക്കെ നമ്മുടെ കേരളത്തിലെ പെരുമ്പാവൂരിലടക്കം വിലസി നടക്കുന്നത്. അവരൊക്കെ നമുക്ക് അതിഥി തൊഴിലാളികളാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് അനധികൃതമായിട്ട് താമസിക്കുന്ന ആൾക്കാരും അല്ലാതെയും താമസിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ തിരിച്ചു പോകണമെന്നാണ് ഇന്ത്യൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സർക്കാർ അങ്ങനെ ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാരുടെ വിസ റദ്ദാക്കിയ കേന്ദ്രത്തിൻ്റെ വിജ്ഞാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2016 മുതൽ ഗോവയിൽ ദീർഘകാല വിസയിൽ താമസിക്കുന്ന ഒരു പാകിസ്ഥാൻ പൗരൻ വ്യാഴാഴ്ച സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എനിക്ക് വിസയുണ്ട്, ദീർഘകാല വിസയാണ്, ഞാൻ ഇവിടെ തന്നെ കഴിയുമെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഇയാൾ സമീപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു. ആക്രമണത്തെ തുടർന്ന് ആശയവിനിമയത്തിൽ പരാമർശിച്ചിരിക്കുന്നവർ ഒഴികെയുള്ള പാകിസ്ഥാൻ പൗരന്മാർക്ക് അനുവദിച്ചിരിക്കുന്ന വിസകൾ റദ്ദാക്കിക്കൊണ്ട് കേന്ദ്രം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അവരെ നാട് കടത്തുന്നതിനുള്ള ഒരു പ്രത്യേക സമയപരിധി നൽകുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ദീർഘകാല നയതന്ത്ര അല്ലെങ്കിൽ ഔദ്യോഗിക വിസകൾ ഉള്ളവരെ ഇന്ത്യ വിടുക എന്നുള്ള ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ടായിരുന്നു. അടിയന്തരമായി ലിസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ പൗരൻ്റെ അഭിഭാഷകൻ വ്യാഴാഴ്ച ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് കരോൾ, സതീഷ് ചന്ദ്ര വർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 2016 മുതൽ ഗോവയിൽ ദീർഘകാല വിസയിൽ താമസിക്കുന്ന ഒരു പാകിസ്ഥാൻ പൗരനാണ് ഞാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അത് വളരെ കഷ്ടമായി പോയി. അങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ എനിക്കിവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. സുപ്രീം കോടതി ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ ധിക്കാരപൂർവ്വമായ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും സുപ്രീം കോടതി ഇപ്പോൾ ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കണം, ബംഗ്ലാദേശികളെ പുറത്താക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഗോവയിൽ വന്ന് താമസിക്കുന്ന, അതും ദീർഘകാല വിസയിൽ താമസിക്കുന്ന ഒരു പാകിസ്ഥാൻ പൗരൻ്റെ ഇത്തരത്തിലൊരു ഹർജി കൂടെ വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.